നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയില് സൈനിക് സ്കൂളിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു. സൈനിക് സ്കൂളിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ, അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ്, എക്സാം ഡേറ്റ് എന്നുള്ളതിനെ കുറിച്ചെല്ലാം ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു. അപ്പൊ അന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാമെന്ന്. അപ്പൊ ഇപ്പൊ ഏപ്രിലായിരിക്കും ഇതിന്റെ എക്സാം നടക്കുന്നത്. ഇപ്പൊ മാർച്ചായി, കുട്ടികളുടെ എല്ലാം സ്കൂൾ എക്സാംസ് എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇപ്പൊ സമയം കാണും. അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. അതായത് 2024 നടന്ന ഒരു എൻട്രൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞു, ക്ലാസ് 6th റീജിയണൽ ലാംഗ്വേജ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. പക്ഷെ ഇന്ന് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ മൊത്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇന്ന് നമുക്ക് അതിനകത്ത് ഇംഗ്ലീഷ് പാർട്ട് മാത്രം ഡിസ്കസ് ചെയ്യാം. അതായത് സെക്ഷൻ A ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഇതിന്റെ. അത് മാത്രം ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതല്ലെങ്കിൽ എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞ് കുട്ടികൾക്ക് അത് പഠിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാവും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇംഗ്ലീഷ് ഡിസ്കസ് ചെയ്യാം. ബാക്കി അരിത്തമെറ്റിക് അതുപോലെ തന്നെ ജനറൽ നോളജ് എല്ലാം അടുത്ത ഓരോ വീഡിയോയിലൂടെ നമുക്ക് കവർ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇംഗ്ലീഷിന്റെ 25 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് നോക്കാം. ഞാൻ ഈ പറയുന്നതോടൊപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻ കാണിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളും കൂടി അതിന്റെ ആൻസർ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയൊക്കെ ശരിയായെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തെറ്റെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അതിന്റെ ആൻസർ ചെയ്യാൻ ശ്രമിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ് സെന്റൻസ് വിത്ത് ദ കറക്റ്റ് ഫോം ഓഫ് വേർബ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതിന് ഓരോന്നിനും 4 ഓപ്ഷൻ വീതമാണ് ഓരോ ക്വസ്റ്റ്യനിന് ഉണ്ടാകുക. അതിന് നിങ്ങൾ കറക്റ്റ് ആൻസർ ഏതാണോ, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണോ അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ചിലപ്പോ ഒന്നോ അതിൽ കൂടുതലോ കറക്റ്റ് ആൻസർ കാണാം, പക്ഷെ അതില് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാണോ അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ട്രെയിൻ ഡാഷ് സഡൻലി എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ ഒരു ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം, സ്റ്റോപ്പ്, ഈ സ്റ്റോപ്പ്, സ്റ്റോപ്ഡ്, വാസ് സ്റ്റോപ്പിംഗ്, ഹാസ് സ്റ്റോപ്പ്. പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മള് ട്രെയിൻ നിന്നു എന്ന് കാണിക്കുന്നതാണ് ഈ സെന്റൻസിൽ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. ട്രെയിൻ നിന്നു, അതായത് ട്രെയിൻ സ്റ്റോപ്ഡ് സഡൻലി, അത് മാത്രം ഉപയോഗിച്ചാൽ മതി. അതായത് ഓപ്ഷൻ നമ്പർ 2 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചൂസ് ദ സെന്റൻസ് ഹാവിംഗ് ഇൻട്രാൻസിറ്റീവ് വെർബ്. ഇതില് 4 ഓപ്ഷൻസ് ഇതിൽ തന്നിട്ടുണ്ട്. ഈ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ഈ വെർബിന് വേറെ ഒബ്ജക്റ്റ് ഇല്ലാതെ തന്നെ അതിന്റെ മീനിങ് കൺവേ ചെയ്യാൻ പറ്റുന്ന വെർബുകളാണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നോക്ക്. ആദ്യത്തേത് ബോൾസ് ഫ്ലൈ കൈറ്റ്സ്, ബേർഡ്സ് ഫ്ലൈ, കരീം റാൻ എ റേസ്, ഹി ബേൺ ഹിസ് ഡയറി. ഇതിലെല്ലാത്തിനും ഓരോ ഒബ്ജക്റ്റ് ഉണ്ട്. പക്ഷെ സെക്കൻഡ് ഓപ്ഷൻ നോക്ക്, ബേർഡ്സ് ഫ്ലൈ. ബേർഡ്സ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ ആ ഒറ്റ വെർബിന് തന്നെ ഇതിന്റെ മീനിങ് കൺവേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വേറൊരു ഒബ്ജക്റ്റും ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള വെർബുകളെയാണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ട്രാൻസിറ്റീവ് വെർബ്, അതുപോലെ തന്നെ ഇൻട്രാൻസിറ്റീവ് വെർബ്. അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്ന ഇൻട്രാൻസിറ്റീവ് വെർബ് ആണ്. അതിന്റെ ഓപ്ഷൻ ആണ് ഓപ്ഷൻ 2 ബേർഡ്സ് ഫ്ലൈ എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് സ്യൂട്ടബിൾ കൺജങ്ഷൻ. അതായത് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ 2 സെന്റൻസ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതിനാണ് വേർഡ്സ് ആണ് കൺജങ്ഷൻസ്. അപ്പൊ നോക്കാം. ഐ ഡു നോട്ട് നോ ഡാഷ് ഹി ഹാസ് ഗോൺ ഓർ നോട്ട്. അപ്പൊ ഇതിന് അവർക്ക് അറിയില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത്. അതായത് പോയോ ഇല്ലേന്ന് അറിയില്ല എന്നുള്ളത്. അതിന് എന്തായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ വെദർ ഹി ഹാസ് ഗോൺ ഓർ നോട്ട് എന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ നമ്പർ 1 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. കംപ്ലീറ്റ് ദി സെന്റൻസ് വിത്ത് സ്യൂട്ടബിൾ ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ നിങ്ങൾക്ക് അറിയാലോ, എ, ദ എന്നൊക്കെ പറയുന്നതാണ് ആർട്ടിക്കിൾ. റാം ഈസ് ദാറ്റ് സ്റ്റുഡന്റ് whom we all expect to get less than 35% marks. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? റാം ഈസ് ദ സ്റ്റുഡന്റ് എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് പ്രിപ്പോസിഷൻ. ദ സ്പീക്കർ ഈസ് ഗോയിങ് ഡാഷ് ദ സബ്ജക്ട്. ഇത് അവർ ഉദ്ദേശിക്കുന്നത് ഫ്രം ദ സബ്ജക്ട്, ഓഫ് ദ സബ്ജക്ട്, ടു ദ സബ്ജക്ട്, വിത്തിൻ ദ സബ്ജക്ട്. ഇവരത് ഉദ്ദേശിക്കുന്നത് സ്പീക്കർ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. അതായത് സബ്ജക്റ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഓഫ് ദ സബ്ജക്ട്? ഓഫ് ദ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് അതിന്റെ ആൻസർ.
അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. ഇനി അടുത്തതാണ് ക്വസ്റ്റ്യൻ നമ്പർ 6. Fill in the blank with correct word. Akbar's army dashed the castle of Chittagar. ഇത് നമ്മൾ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സീസ്ഡ്. അതായത് ക്യാപ്ചർ ചെയ്തു എന്ന് കാണിക്കുന്നതാണ് ഇതിൽ അവര് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് പാസ്റ്റിൽ നടന്നൊരു സംഭവമാണ്. അപ്പൊ നമ്മളിത് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാൽ മതി. അതാണ് സീസ്ഡ് ദ കാസിൽ എന്നാണ് ഇവിടെ വരേണ്ടത്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, സീസ്ഡ് എന്നുള്ളത്. അടുത്തതാണ് ക്വസ്റ്റ്യൻ നമ്പർ 7. ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ബീറ്റ് ദ എയർ. ബീറ്റ് ദ എയർ ഒരു ഫ്രേസ് ആണ്. അതിന്റെ കറക്റ്റ് ആൻസർ ടു മേക്ക് യൂസ്ലെസ് എഫേർട്സ് എന്നാണ്. അതായത് നമ്മള് വെറുതെ നമ്മുടെ എനർജി ഉപയോഗിച്ച് യൂസ്ലെസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ബീറ്റ് ദ എയർ എന്ന് പറയുന്നത്. അതൊരു ഫ്രേസ് ആണ്. അതിന്റെ കറക്റ്റ് മീനിങ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. ചൂസ് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ഫ്രം ദ ഗിവൻ ഓപ്ഷൻ. ത്രെട്ട്. ത്രെട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രെട്ട് എന്ന് പറഞ്ഞാല് ഭീഷണി എന്നൊക്കെ പറയുന്നതാണല്ലോ. അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഓപ്ഷൻ 3 അല്ലേ, സേഫ്റ്റി എന്നുള്ളത്. അപ്പൊ ത്രെട്ടിന്റെ ഓപ്പോസിറ്റ് സേഫ്റ്റി ആണ്. അതിന്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. അപ്പൊ നിങ്ങളും കൂടി എന്റെ ഒപ്പം ഇത് പറഞ്ഞു നോക്കുക. ആൻസർ ശരിയാണോ ഇല്ലെന്ന് നമുക്കപ്പോ നോക്കാം. നമുക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് അതിൽ നിന്ന് ലഭിക്കുമെന്നും കൂടി നമുക്ക് നോക്കാമല്ലോ. അപ്പൊ അടുത്ത നമുക്ക് 9th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചൂസ് കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദ ഗിവൻ ഓപ്ഷൻ. സാങ്ഷൻ എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. ഇതിന് പല കോമ്പിനേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ കറക്റ്റ് ആൻസർ SANCTION എന്നാണ് സാങ്ഷന്റെ കറക്റ്റ് സ്പെല്ലിംഗ്. അത് ഓപ്ഷൻ 1 ആണ്. അടുത്തത് ഐഡന്റിഫൈ ദ ടെൻസ് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് എന്നുള്ളതാണ്. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 12. ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. നിങ്ങൾ ചെറിയ ക്ലാസ് തുടങ്ങി കേൾക്കുന്ന ഒരു വാചകമാണിത്. ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. ഇത് ഏത് ടെൻസിലാണ്? ഇത് പ്രസന്റ് ഇൻഡെഫിനിറ്റ് ടെൻസിലുള്ള ഒരു വാക്കാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ദ ഡാഷ് ഓഫ് ദീസ് പ്രോഡക്ട്സ് ഡാഷ് ഗുഡ്. ഇവർ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റിയാണ്. ഈ ക്വാളിറ്റി ഈസ് ആണോ ആറാണോ വേറാണോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. ദ ക്വാളിറ്റി ഓഫ് ദീസ് പ്രോഡക്ട്സ് ഈസ് ഗുഡ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരേണ്ടത്. കാരണം ഈ ക്വാളിറ്റി എന്നുള്ളൊരു വാക്ക് ഒരു സിംഗുലർ നൗൺ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ക്വാളിറ്റി ഈസ് എന്ന് വരുന്നത്. അടുത്തൊരു പാസേജ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ നിന്ന് 14 തുടങ്ങി 18 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യണം. ഈ പാസേജ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാസേജ് ആണ്. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്നെല്ലാം വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് കറക്റ്റ് ആൻസർ കിട്ടാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിരുത്തി ഈ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. നമുക്ക് ഈ പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. It is believed that a pashmina shawl is as warm as 6 sweaters. It's very thin yet very warm. The gods from which the soft pashmina wool is collected are found on very high altitudes of 5,000 meters. In winter, the temperature here drops below 0 degrees centigrade. A coat of warm hair grows on the god's body, which protects it from extreme cold. The gods shed some of their hair in summer. This hair is so fine that 6 of these would be as thick as 1 hair of yours. The fine hair cannot be woven on machines, and so weavers of Kashmir make these shawls by hand. This is a long and difficult process. After almost 250 hours of weaving, one plain pashmina shawl is made. Imagine how long it would take to make a shawl with embroidery. Okay, ഇതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള പാസേജ്. ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ 14 എന്താണ് ചോദിക്കുന്നത് നോക്കാം. Choose the correct option to fill in the blank. It is believed that a pashmina shawl is as warm or as. ഇതിന്റെ ഫസ്റ്റ് ഈ പാസേജിന്റെ ഫസ്റ്റ് സെന്റൻസിൽ തന്നെ തന്നിട്ടുണ്ട്. പഷ്മിന ഷോൾ is as warm as 6 sweaters. നോക്ക്. അപ്പൊ ഇതിന്റെ ആൻസർ നോക്കൂ. ഓപ്ഷൻ നമ്പർ 2 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അടുത്തത് the god shed some of the hair in summer. The god shed some of the hair in winter.
The gods shed some of their hair in rainy season. The gods shed some of their hair in spring. ഏതാ എന്റെ ആൻസർ? നിങ്ങൾ നേരത്തെ പാസേജ് വായിച്ചതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ പാസേജില് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, നോക്കാം. നോക്ക്, the gods shed some of their hair in summer. ഉണ്ടോ? ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഇതിന്റെ ആൻസർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഏതാണ് എന്റെ ആൻസർ? ഓപ്ഷൻ നമ്പർ 1 ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ഇത് 16th ക്വസ്റ്റ്യൻസ് എന്താ ചോദിക്കുന്നത് നോക്കാം. After almost dash of weaving, one plain pashmina shawl is made. നിങ്ങൾ നോക്കാതെ ഒന്ന് ആൻസർ പറഞ്ഞേ. എത്ര മണിക്കൂർ എടുക്കും നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ കേട്ടത്? 250 hours നമ്മളിതാ ഈ ലാസ്റ്റ് പാരഗ്രാഫിൽ കിടക്കുന്നുണ്ട്. അത് തന്നെ എന്റെ ആൻസർ. അതായത് ഓപ്ഷൻ നമ്പർ 4 ആണ് എന്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. A coat of warm hair grows on God's body which protect it from extreme cold. Identify the part of the speech for hair from the given sentence. ഈ ഓപ്ഷണൽ പ്രപ്പോസിഷന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ ഹെയർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു നൗൺ ആണ്, ഹെയർ എന്നുള്ളത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് പോവാം. ചൂസ് ദ ഓപ്പോസിറ്റ് ഓഫ് തിക്ക്. തിക്കിന്റെ ഓപ്പോസിറ്റ് എല്ലാവർക്കും അറിയാലോ. ഓപ്ഷൻ നമ്പർ 3 ആണ്, തിൻ ആണ് എന്റെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 19 നോക്കാം. ഇതിനകത്ത് ഏതാണ് അഡ്ജക്റ്റീവ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഹൈ ഉണ്ട്, ഫൗണ്ട് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, റിമെയിൻസ് ഉണ്ട്. അങ്ങനെ തന്നെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എടുത്ത് നോക്കാം, ഹൈ എന്ന്. നമ്മൾ ഈ സെന്റൻസിൽ എവിടെയോ ഹൈ എന്ന് വായിച്ചിട്ടുണ്ടല്ലോ. അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്ന് നമ്മൾ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ എവിടെയോ വായിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക്. നോക്ക്, the gods from which the soft pashmina wool is collected are found on very high altitudes of 5000 meters. അതായത് ആ ആൾട്ടിറ്റ്യൂഡിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് ഇവിടെ നമ്മൾ ഹൈ എന്നുള്ള ആഡ്ജക്റ്റീവ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഹൈ എന്നുള്ളതാണ്. അടുത്തത്, fill in the blank with correct degree of comparison. I have dash money in my pocket. അതായത് വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യാണ് എന്റെ പോക്കറ്റിലുള്ള പൈസ. അപ്പൊ എന്തായിരിക്കും ഉപയോഗിക്കുന്നത്? വേറൊരാളെ സെക്കൻഡ് പേഴ്സൺ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഐ ഹാവ് മോർ മണി എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഓപ്ഷൻ നമ്പർ 2 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 21. ചൂസ് എ വേർഡ് ദാറ്റ് ഇസ് ഓപ്പോസിറ്റ് ഓഫ് റിയൽ. റിയലിന്റെ ഓപ്പോസിറ്റ് എന്താ? ഇമാജിനറി. അതായത് റിയൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഉള്ളത്, ഇമാജിനറി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത്, ആലോചിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭാവനയിലുള്ള കാര്യം. അപ്പൊ റിയലിന്റെ ഓപ്പോസിറ്റ് ആണ് ഇമാജിനറി. ഓപ്ഷൻ നമ്പർ 2 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22 ഒരു സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് പറയാനാണ്. നമ്മൾ നേരത്തെ ഒരു സ്പെല്ലിംഗ് നോക്കി, അതായത് സാങ്ഷന്റെ. അതുപോലെ അടുത്തൊരു സ്പെല്ലിംഗ് ആണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. റിസീവിന്റെ സ്പെല്ലിംഗ് ആണ്. RECEIVE എന്നുള്ളതാണ് റിസീവ്. അതായത് ഓപ്ഷൻ നമ്പർ 1 ആണ് ഈ ക്വസ്റ്റ്യൻ നമ്പർ 22ന്റെ ആൻസർ. Question number 23. Choose the correct option to improve the sentence and replace it with underlined word. കറക്റ്റ് ഓപ്ഷൻ ആണ് ഇതിന് കണ്ടുപിടിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സെന്റൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിഡ് their bus come on time? അതായത് അവരുടെ ബസ് കറക്റ്റ് സമയത്ത് വന്നോ എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവർ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? their, അതായത് അവരുടെ എന്നാണ് ചോദിക്കുന്നത്. അവരുടെ എന്നാണ് ഇവിടുത്തെ മീനിങ് വരേണ്ടത്. അവരുടെ എന്ന് പറയുന്ന theirന്റെ സ്പെല്ലിംഗ് എന്താ? THEIR എന്നുള്ളതാണ്. അപ്പൊ ഇവിടത്തെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ നമ്പർ 1. ഡിഡ് their bus come on time? അവരുടെ ബസ് സമയത്ത് വന്നോ എന്നുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 24 നോക്കാം. Choose the correct option to improve the sentence. Ram left the house before Shyam got there. അതായത് ശ്യാം എത്തുന്നതിന് മുന്നേ രാം ആ വീട്ടിൽ നിന്ന് പോയി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് ടെൻസിലുള്ളതാണ്. അതായത് രാം നേരത്തെ പോയി കഴിഞ്ഞു. അപ്പൊ എന്താ ഉപയോഗിക്കുക? രാം ഹാഡ് ലെഫ്റ്റ് ദ ഹൗസ് ബിഫോർ ശ്യാം ഗോട്ട് ദെയർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. അടുത്ത നമുക്ക് ഇംഗ്ലീഷ് പാർട്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
fill in the blank with suitable question tag. I need it, ask him. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിന്റെ 4 ഓപ്ഷൻസിൽ നിന്ന് നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്, അങ്ങനെ അതിന്റെ വൈസ് വേഴ്സ വരുമല്ലോ. അപ്പൊ ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഐ നീഡ് ഇറ്റ് ആസ്ക് ഹിം. നീഡായി എന്നുള്ളതല്ലേ എന്റെ ഓപ്ഷൻ, എന്നുള്ളതല്ല എന്റെ ആൻസർ. അപ്പൊ ഓപ്ഷൻ നമ്പർ 4 ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ നമ്മൾ ഈ 2024 ഇംഗ്ലീഷ് പാർട്ടിന്റെ 25 ക്വസ്റ്റ്യൻസ് ഇന്നിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും എന്തൊക്കെയായിരിക്കും, എങ്ങനത്തെ ആയിരിക്കും പാറ്റേൺ എന്നൊക്കെ ഉള്ളത്. അതായത് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് വായിച്ച കുറച്ച് ഓപ്പോസിറ്റ്സ് വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കുറച്ച് സ്പെല്ലിംഗ് കറക്ഷൻസ് വന്നിട്ടുണ്ട്, കുറച്ച് ഗ്രാമേഴ്സ് വന്നിട്ടുണ്ട്, അതായത് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്, അതോടൊപ്പം തന്നെ കൺജങ്ഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ വേറൊരു പാസേജ് തന്നിട്ട് ആ പാസേജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അടുത്ത വർഷത്തെ പാറ്റേണിൽ ഉണ്ടാവാന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതൊരു സാമ്പിൾ ആയിട്ട് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾ അടുത്ത ഇതുപോലെ തന്നെ വേറെ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുക. അതല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒന്നുകൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സിൽ നിന്ന് ഒന്നുകൂടെ പഠിച്ചു നോക്കിയിട്ട് നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ഈ 2024 ബാക്കി ക്വസ്റ്റ്യൻസിന്റെ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് അതിന്റെ ആൻസർ നമുക്ക് ചെയ്യാം. അപ്പോ എല്ലാവരും തന്നെ ഇതെല്ലാം വായിച്ചു നോക്കി നല്ലപോലെ പഠിക്കാമെന്ന് ഞാൻ എല്ലാവരും തന്നെ ഇത് കേട്ട് നല്ലപോലെ പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from Team Amazing Academics.